നമ്മൾ ഡെബിറ്റ് എന്താണെന്നും ക്രെഡിറ്റ് എന്താണെന്നും ഒക്കെ പഠിച്ചു. അതേപോലെ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ അക്കൗണ്ട്സിനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ പഠിച്ചു. ഇനി ജേണൽ, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഒരു ട്രാൻസാക്ഷൻ ആദ്യമായി രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് എന്ത്? ജേണൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് വിളിക്കുന്നത്. സോഴ്സ് ഡോക്യുമെന്റ്സ്. ഏതൊക്കെയാണ് സോഴ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്? ബിൽസ്, ക്യാഷ് മെമ്മോ, ചെക്ക്, ഇതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഈ സോഴ്സ് ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചാണ് ജേണലിൽ ഓരോ ട്രാൻസാക്ഷൻസും എൻട്രി ചെയ്യുന്നത്. ജേണലിൽ ഒരു ട്രാൻസാക്ഷൻസും എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ കയ്യിലുള്ള സോഴ്സ് ഡോക്യുമെന്റ്സ് നോക്കിയിട്ടാണ് ജേണലിൽ ഓരോ എൻട്രീസും നമ്മൾ ബുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻട്രി ചെയ്യുന്നത്. ഇതുവഴി ഓരോ ട്രാൻസാക്ഷനും സംബന്ധിച്ച ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇനി ജേർണലൈസിങ്. എന്താണ് ജേർണലൈസിങ് എന്ന് പറയുന്നത്? ജേർണലിൽ എഴുതുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജേർണലൈസിങ് എന്ന് പറയുന്നത്. ജേർണലിൽ ട്രാൻസാക്ഷന്റെ എഫക്റ്റ് എഴുതുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജേർണലൈസിങ് എന്ന് വിളിക്കുന്നത്. ഇനി ജേർണലിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ജേർണലിൽ എഴുതിയ എൻട്രികൾ ഓരോ ഇൻഡിവിജ്വൽ ലെഡ്ജർ അക്കൗണ്ട്സിലേക്കും നമ്മൾ മാറ്റി പോസ്റ്റ് ചെയ്യും. ഇത് ബിസിനസിന്റെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഓർഗനൈസ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സോഴ്സ് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്? ബിൽസ്, വൗച്ചേഴ്സ്, ഇതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? സോഴ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഈ സോഴ്സ് ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജേർണലിൽ എൻട്രി ചെയ്യുന്നത്. അപ്പൊ ജേർണലിനെ എന്താ പറയുക? ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയും. ഈ ജേർണലിൽ എൻട്രി ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജേർണലൈസിംഗ് എന്ന് പറയുന്നത്. ഈ ജേർണലിൽ എൻട്രി ചെയ്ത എൻട്രീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ ലെഡ്ജർ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്തിട്ട് അതിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ലെഡ്ജർ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ജേർണൽ കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലെഡ്ജർ എന്നുള്ളത് മാത്രമേ ഞാനിപ്പോ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ എന്താ നോക്കിയത് നമ്മൾ? ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി പറയുന്നത് എന്താണ്? ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആണ് ജേർണൽ എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് അനലൈസ്ഡ് യൂസിങ് ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ്. ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് നോക്കിയിട്ടാണ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഏതിൽ പോസ്റ്റ് ചെയ്യും? ജേർണലിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ. പിന്നെന്താണ്? ജേർണലിനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. സോഴ്സ് ഡോക്യുമെന്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ജേർണലിൽ ഓരോ ട്രാൻസാക്ഷൻസും എൻട്രി ചെയ്യുന്നത്. ഒരു ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുമ്പോൾ അതിനൊരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും, ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും. ഇത് രണ്ടും നമ്മൾ ജേർണലിൽ ഒരു സ്ഥലത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? എൻട്രി ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇവന്റ് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് എന്ത് നോക്കിയാൽ അറിയാൻ പറ്റും? ജേർണൽ നോക്കിയാൽ അറിയാൻ പറ്റും. ദ പ്രോസസ് ഓഫ് ജേർണലൈസിങ്. ജേർണലൈസിങ് പറഞ്ഞാൽ എന്താണ്? ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു ആക്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജേർണലൈസിങ് എന്ന് പറയുന്നത്. അതേപോലെ ജേർണലിൽ എൻട്രി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ്സും ഡെബിറ്റ്സും ടോട്ടൽ ചെയ്യുമ്പോൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ക്ലാസിഫിക്കേഷൻ ഓഫ് ജേർണൽസ്. ബിസിനസ്സിൽ പല ട്രാൻസാക്ഷൻസും വീണ്ടും സംഭവിക്കുന്നതാണ്. അപ്പൊ ജേർണലിനെ പലതായ ബുക്സ് ആയിട്ട് നമുക്ക് വിഭജിക്കാം അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയായിട്ട്? ജേർണൽ പ്രോപ്പർ, ക്യാഷ് ബുക്ക്, പിന്നെ അതർ ഡേ ബുക്സ് പറയാൻ ഏതൊക്കെയാണ്? പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്. ഇങ്ങനെയായിട്ട് നമുക്ക് ജേർണൽസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ എന്താണ് നോക്കിയത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ജേർണൽ. ടു ഹാൻഡിൽ കോമൺ ആൻഡ് റിപ്പീറ്റേറ്റീവ് ട്രാൻസാക്ഷൻസ്, ജേർണൽസ് ആർ ഡിവൈഡഡ് ഇൻ ടു ജേർണൽ പ്രോപ്പർ, ക്യാഷ് ബുക്ക്. പിന്നെ അതർ ഡേ ബുക്സ് പറയുന്നത് ഏതൊക്കെയാണ്? പർച്ചേസ് ജേർണൽ, സെയിൽസ് ജേർണൽ, പർച്ചേസ് റിട്ടേൺ ജേർണൽ, സെയിൽസ് റിട്ടേൺ ജേർണൽ, ബിൽസ് റിസീവബിൾ ജേർണൽ, ബിൽസ് പേയബിൾ ജേർണൽസ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്? സ്ട്രക്ചർ ഓഫ് എ ജേർണൽ. ഒരു ജേർണൽ കാണാനായിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇതാണ് ജേർണലിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ മൊത്തം എത്ര കോളംസ് ഉണ്ട്? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, അതേപോലെ എന്താണ്? ക്രെഡിറ്റ് എമൗണ്ട്. അപ്പൊ അങ്ങനെ 5 കോളംസ് ആണ് ഉള്ളത്. ഇനി ഓരോരോ കോളംസിലും നമ്മൾ എന്താണ് എൻട്രി ചെയ്യണം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം വന്നിട്ട് ഡേറ്റ് കോളം. ഡേറ്റ് കോളത്തിൽ നമ്മൾ എന്താ എഴുതുക? ഡേറ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ. എന്നാണോ ആ ട്രാൻസാക്ഷൻ നടന്ന് ആ ഡേറ്റ് വേണം ഇവിടെ എഴുതാനായിട്ട്, ഡേറ്റ് കോളത്തിൽ ഇടാനായിട്ട്. ഇനി അടുത്തത് പർട്ടിക്കുലേഴ്സ്. പർട്ടിക്കുലേഴ്സിൽ നമ്മൾ എന്താ എഴുതുക? അക്കൗണ്ട്സ് ഡെബിറ്റഡ് ഈസ് റിട്ടേൺ ഫസ്റ്റ് ആൻഡ് അക്കൗണ്ട്സ് ക്രെഡിറ്റഡ് ഈസ് ഫോളോഡ് വിത്ത് 2.
ഇപ്പോൾ ക്യാഷ് നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്. അപ്പം നമ്മൾ ഏത് അക്കൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യുന്നത്? അസറ്റ് ആണ് അല്ലെ? ബാങ്കും ക്യാഷും അസറ്റ് ആണ്. അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അസറ്റ് കൂടുന്നതാണ് എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പം ബാങ്കിലെ എമൗണ്ട് കൂടുകയാണ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ. അപ്പൊ ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ്, എന്നിട്ട് ക്രെഡിറ്റ് ചെയ്യണ അക്കൗണ്ടിന് മുന്നേ നമ്മൾ എന്ത് എഴുതണം? ടു എന്നുള്ള വേർഡ് എഴുതണം അല്ലെ? അപ്പൊ ടു ക്യാഷ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ടു ക്യാഷ് പറഞ്ഞിട്ട് എഴുതും. ഓക്കെ, അങ്ങനെയാണ് പർട്ടിക്കുലേഴ്സിൽ എഴുതേണ്ടത്. അടുത്തത് നരേഷൻ. ഈ ഇത് എൻട്രി ചെയ്തതിന്റെ തൊട്ട് താഴെ തന്നെ ബ്രാക്കറ്റിലായിട്ട് നമ്മൾ നരേഷൻ കൊടുക്കണം. നരേഷൻ പറയുന്നത് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബാങ്കിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവിടെ എന്ത് എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കുക? ബീയിങ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ദി ബാങ്ക്. ബീയിങ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ദ ബാങ്ക് പറഞ്ഞിട്ടുള്ള നരേഷൻ കൊടുക്കണം. ഇനി അടുത്തത് എന്താ പറയുന്നത്? ലെഡ്ജർ ഫോളിയോ. ലെഡ്ജർ ഫോളിയോയിൽ നമ്മൾ എന്താ കൊടുക്കുക? പേജ് നമ്പർ ഓഫ് ദ ലെഡ്ജർ. ലെഡ്ജറിൽ ഏത് ലെഡ്ജറിലാണോ നമ്മൾ ഈ ട്രാൻസാക്ഷൻ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത് അതിന്റെ പേജ് നമ്പർ വേണം ഇവിടെ കൊടുക്കാനായിട്ട്. ഇനി അടുത്തത് ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും. ഡെബിറ്റ് നമ്മൾ എത്ര രൂപയാണ് ബാങ്കിൽ 5 ലാഖോ 6 ലാഖോ എത്ര രൂപയാണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത് ആ എമൗണ്ട് സപ്പോസ് 6 ലാഖ് ആണെങ്കിൽ 6 ലാഖ് പറഞ്ഞിട്ട് ഇവിടെ ഇടും. അതേപോലെ ക്രെഡിറ്റിലാണെന്നുണ്ടെങ്കിലും 6 ലാഖ് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എമൗണ്ട് ഇടും. അപ്പൊ ഡെബിറ്റിന്റെ കോളും ഡെബിറ്റ് എമൗണ്ടിന്റെയും ക്രെഡിറ്റ് എമൗണ്ടിന്റെയും കോളം ടോട്ടൽ ചെയ്യുമ്പോൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇങ്ങനെയാണ് ഒരു ലെഡ്ജർ ഒരു ജേർണൽ കാണാനായിട്ട് ഉണ്ടാവുക. എങ്ങനെയാണ് നമ്മൾ ജേർണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യാന്നുള്ളതിന്റെയും ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മളിപ്പോ നോക്കിയത്. നമ്മൾ ജേർണലിന്റെ ഫോർമാറ്റ് നോക്കി. ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോ ഗോവിന്ദ് ട്രേഡേഴ്സ് എന്നുള്ള ആളുടെ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യാണ്. ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുക. അതായത് നമ്മളിപ്പോ ക്യാഷ് കൊടുക്കുന്നില്ല, പിന്നീട് പൈസ തരാ പറഞ്ഞിട്ട് ക്രെഡിറ്റിന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യണം. അപ്പൊ ജേർണലിൽ എങ്ങനെ എൻട്രി ചെയ്യുക? ജേർണലിൽ എന്തൊക്കെ ഉണ്ടാവും? ഡേറ്റ് ഉണ്ടാവും, പർട്ടിക്കുലേഴ്സ് ഉണ്ടാവും, ലെഡ്ജർ ഫോളിയോ ഉണ്ടാവും, ഡെബിറ്റ് എമൗണ്ട് ഉണ്ടാവും, ക്രെഡിറ്റ് എമൗണ്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യണം അല്ലെ? ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്? പർച്ചേസ് ചെയ്യുമ്പോൾ അതൊരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഗോവിന്ദ് ട്രേഡേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു ക്രെഡിറ്റർ നമുക്ക് ഉണ്ടാവുകയാണ്. ക്രെഡിറ്റർ ലൈബിലിറ്റി ആണ്. ഇപ്പൊ ലൈബിലിറ്റി കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ എൻട്രി വരിക? ആദ്യം നമ്മൾ ഡേറ്റ് ഇട്ട് കൊടുത്തു. ഏത് ഡേറ്റിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് എന്നുള്ള ഡേറ്റ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പർട്ടിക്കുലേഴ്സിൽ എഴുതുകയാണ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റ് ടു ക്രെഡിറ്റ് ചെയ്യണ ലെഡ്ജറിന് മുന്നേ നമ്മൾ എന്ത് കൊടുക്കണം? ടു കൊടുക്കണം. ടു ഗോവിന്ദ് ട്രേഡേഴ്സ് അക്കൗണ്ട് പറഞ്ഞിട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? നറേഷൻ എഴുതി കൊടുക്കണം. ബീയിങ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോവിന്ദ് ട്രേഡേഴ്സ് പറഞ്ഞിട്ട് ബ്രാക്കറ്റിലായിട്ട് നറേഷൻ എഴുതി കൊടുത്തു. പിന്നെ ലെഡ്ജർ ഫോളിയോ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേജ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും. എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്? 30,000 റുപ്പീസിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പൊ പർച്ചേസ് എത്ര രൂപയ്ക്ക്? 30,000. ഗോവിന്ദ് ട്രേഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണ്? 30,000. അതും ഇവിടെ എൻട്രി ചെയ്തു. ഇപ്പൊ ഒരു പേജിൽ ഒരു വർഷത്തെ ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് എല്ലാം കൂടി നമുക്ക് ഒരു പേജിൽ എഴുതാനായിട്ട് പറ്റില്ല അല്ലെ? പല പല പേജസിലായിട്ട് എഴുതേണ്ടി വരും. അപ്പൊ ഒരു പേജ് ഫുൾ ആയിന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും ടോട്ടൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ക്യാരി ഫോർവേഡ് പറഞ്ഞിട്ട് എഴുതിയിട്ട് അതിന്റെ ആ പേജിന്റെ എൻഡ് എഴുതണം. എന്നിട്ട് നെക്സ്റ്റ് പേജിൽ ബ്രോഡ് ഫോർവേഡ് വന്നിട്ട് കഴിഞ്ഞ പേജിന്റെ ഡെബിറ്റ് ടോട്ടലും ക്രെഡിറ്റ് ടോട്ടലും അവിടെ എൻട്രി ചെയ്യണം. ഇത് എന്തിനാണ് നമ്മൾ അങ്ങനെ എൻട്രി ചെയ്യുന്നത്? ദിസ് മെയിൻറ്റെയിൻസ് കണ്ടിന്യൂറ്റി ഓഫ് റെക്കോർഡ്സ്. റെക്കോർഡ്സിന്റെ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ജേർണൽ എൻട്രി. ടൈപ്സ് ഓഫ് ജേർണൽ എൻട്രീസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. എന്നാലും ആ ജേർണലിന്റെ എൻട്രീസ് അല്ലെങ്കിൽ ജേർണൽ എങ്ങനെ എൻട്രി ചെയ്യണം എന്നുള്ളതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. ടൈപ്സ് ഓഫ് ജേർണൽ എൻട്രീസ് പറയുമ്പോൾ മെയിൻ ആയിട്ട് രണ്ടെണ്ണം എന്നുള്ളത്. ഒന്ന് സിമ്പിൾ ജേർണൽ എൻട്രിയും കോമ്പൗണ്ട് ജേർണൽ എൻട്രിയും. സിമ്പിൾ ജേർണൽ എൻട്രി പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിലൊരു ഡെബിറ്റും ഉണ്ടാവും, അതിലൊരു ക്രെഡിറ്റും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ എക്സാമ്പിൾ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഓഫ് റുപ്പീസ് 30,000 ഫ്രം ഗോവിന്ദ് ട്രേഡേഴ്സ് പറയുന്നത് ഒരു സിംഗിൾ ജേർണൽ എൻട്രിയുടെ എക്സാമ്പിൾ ആണ്. കാരണം ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രമേ ഉള്ളൂ അല്ലെ? പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു, ഗോവിന്ദ് ട്രേഡേഴ്സിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ ഇത് സിമ്പിൾ ജേർണൽ എൻട്രിക്കുള്ള എക്സാമ്പിൾ ആണ്. ഇനി കോമ്പൗണ്ട് ജേർണൽ എൻട്രി പറഞ്ഞാൽ ഒന്നിലധികം ഡെബിറ്റ്സോ അല്ലെങ്കിൽ ഒന്നിലധികം ക്രെഡിറ്റ്സോ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓഫീസ് ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ₹25,000 ഫ്രം മോഡേൺ ഫർണിച്ചർ ഓൺ July 4th, 2017 and paid ₹5,000 in cash. Still 20,000 is payable. അതായത് ഒരു ഫർണിച്ചർ നമ്മൾ വാങ്ങിച്ചു, 25,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിച്ചു, അപ്പൊ തന്നെ എന്ത് ചെയ്തു, 5,000 ക്യാഷ് പേയ്മെന്റ് കൊടുത്തു, ബാക്കി 20,000 നമ്മൾ പിന്നീട് തരാം എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ ഫർണിച്ചർ എന്നുള്ള ഒരു അസറ്റ് ആണ് ഉണ്ടായത്. അപ്പൊ അസറ്റ് കൂടിയ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 25,000 പറഞ്ഞു. പിന്നെന്തായി, നമ്മുടെ ഇന്ന് ക്യാഷ് പോയി. എത്ര രൂപ പോയി, 5,000 പോയി. ക്യാഷ് എന്നുള്ള ഒരു അസറ്റ് ആണ്. അസറ്റ് ഡിക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ടു ക്യാഷ് 5,000 പറഞ്ഞിട്ട് എഴുതി. പിന്നെ അവിടെ ഒരു ലൈബിലിറ്റി കൂടി ഉണ്ടായി. എന്താണ്, 20,000ന്റെ ഒരു ലൈബിലിറ്റി കൂടി ഉണ്ടായി. മോഡേൺ ഫർണിച്ചർ പറഞ്ഞിട്ടുള്ള ഒരു ക്രെഡിറ്റർ നമുക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ ടു ലൈബിലിറ്റി കൂടിയാൽ, ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ടു മോഡേൺ ഫർണിച്ചർ അക്കൗണ്ട് 20,000 പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ഡെബിറ്റ് എൻട്രിയും രണ്ട് ക്രെഡിറ്റ് എൻട്രീസും ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്, കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. എന്നിട്ട് നരേഷനും കൊടുക്കണം, ബീയിങ് ഓഫീസ് ഫർണിച്ചർ പർച്ചേസ്ഡ് ആൻഡ് പെയ്ഡ് ഇൻ ക്യാഷ് ഓഫ് ₹5,000 ആൻഡ് ₹20,000 ഈസ് പേയബിൾ പറഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കും, നരേഷനും കൊടുക്കും. അപ്പൊ ഇതാണ് സിമ്പിൾ ജേർണൽ എൻട്രി, കോമ്പൗണ്ട് ജേർണൽ എൻട്രി. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസാക്ഷൻസ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ജേർണൽസ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. ഇതിലിപ്പോ ഒരു 10 ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ആദ്യത്തേത് എന്താണ്, ബിസിനസ് കമൻസ്ഡ് വിത്ത് ക്യാപിറ്റൽ ഓഫ് ₹6 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവിടെ ഒരു ക്യാപിറ്റലും ഉണ്ടായി, ക്യാഷും ഉണ്ടായി. പിന്നെന്താണ്, ₹4,50,000 ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ₹4,50,000 ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ അവിടെ ക്യാഷ് കുറഞ്ഞു, ബാങ്ക് കൂടി. പിന്നെ ₹2,30,000 പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ്ഡ് ബൈ പേയിങ് 30,000 ക്യാഷ് ഇമ്മീഡിയറ്റ്ലി. അപ്പൊ പിന്നെ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യാണ്. എത്ര രൂപയ്ക്ക്, ₹2,30,000 പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് അതില് ₹30,000 മാത്രമാണ് എന്ത്, ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്തത്. ബാക്കി 2,00,000 രൂപ നമ്മൾ കടത്തിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു ക്രെഡിറ്റർ ലൈബിലിറ്റി ഉണ്ടാവുകയാണ്. അപ്പൊ അവിടെ ഒരു അസറ്റായ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ടായി, അസറ്റ് ആയിട്ടുള്ള ക്യാഷ് 30,000 കുറഞ്ഞു. പിന്നെ ഒരു ക്രെഡിറ്റർ 2,00,000 രൂപയുടെ ക്രെഡിറ്ററും കൂടി അവിടെ ഉണ്ടായി. പിന്നെ പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് ₹40,000 ഫോർ ക്യാഷ് ആൻഡ് 45,000 ഓൺ അക്കൗണ്ട്. പിന്നെ കുറച്ച് എന്ത് ചെയ്തു, ഗുഡ്സ് പർച്ചേസ് ചെയ്തു. 40,000 rupees കൊടുത്തിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. പിന്നെ കടത്തിനായിട്ട് 45,000 രൂപയ്ക്കും ഗുഡ്സ് വാങ്ങിച്ചു. അപ്പൊ ടോട്ടൽ എത്ര ഗുഡ്സ് വാങ്ങിച്ചു, 85,000 രൂപയുടെ ഗുഡ്സ് വാങ്ങിച്ചു. അതിൽ 40,000 ക്യാഷ് കൊടുത്തു, ബാക്കി 45,000 കടത്തിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. പെയ്ഡ് എ ചെക്ക് ഓഫ് ₹2 lakh ടു ദ സപ്ലയർ ഫോർ പ്ലാന്റ് ആൻഡ് മെഷീനറി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 2,30,000 രൂപയ്ക്ക്. അതിൽ 30,000 മാത്രമാണ് ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, 2,00,000 കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചെക്ക് കൊടുത്തു, 2,00,000 രൂപയുടെ ചെക്ക് ആ പ്ലാന്റ് ആൻഡ് മെഷീനറിക്കായിട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു 2,00,000 ക്രെഡിറ്റർ വന്നിട്ട് കുറഞ്ഞു. എന്നിട്ട് ബാങ്കിലും ആ എമൗണ്ട് കുറയുകയും ചെയ്തു. പിന്നെന്തായി, ₹70,000 രൂപയുടെ ക്യാഷ് സെയിൽസ് നടത്തി. ആ ഗുഡ്സിന്റെ കോസ്റ്റ് എത്രയായിരുന്നു, 50,000 രൂപയായിരുന്നു ഗുഡ്സിന്റെ കോസ്റ്റ്. പക്ഷെ 70,000 രൂപയ്ക്ക് വിറ്റു. അപ്പൊ അവിടെ എത്ര രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായി, 20,000. 70,000 മൈനസ് 50,000, 20,000 രൂപയുടെ പ്രോഫിറ്റ് അവിടെ ഉണ്ടായി. പിന്നെ വിഡ്രോ ബൈ പ്രൊപ്പറേറ്റർ ₹35,000 ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് പ്രൊപ്പറേറ്റർ എത്ര രൂപ വിഡ്രോ ചെയ്തു, 35,000 രൂപ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തു. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു, ക്യാഷ് 35,000 രൂപ കുറഞ്ഞു. അതേപോലെ ക്യാപിറ്റലിൽ നിന്നും ആ എമൗണ്ട് കുറയും. പിന്നെ ഇൻഷുറൻസ് പെയ്ഡ് ബൈ ചെക്ക്. ഇൻഷുറൻസ് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അതിന് 2,500 രൂപയുടെ ഒരു ചെക്ക് കൊടുത്തു. അപ്പൊ ബാങ്കിൽ നിന്ന് 2,500 കുറഞ്ഞു, ഇൻഷുറൻസ് എന്നുള്ളൊരു എക്സ്പെൻസ് അവിടെ കൂടുകയും ചെയ്തു. പിന്നെന്തായി, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 5,500 രൂപയുടെ സാലറി കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട്. ഓക്കെ. പിന്നെ ഫർണിച്ചർ വന്നിട്ട് 30,000 രൂപയുടെ ഫർണിച്ചർ ക്യാഷിന് പർച്ചേസ് ചെയ്തു. അപ്പൊ അവിടെ ക്യാഷ് കുറഞ്ഞു, ഫർണിച്ചർ എന്നുള്ള ഒരു അസറ്റ് കൂടുകയും ചെയ്തു. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും എൻട്രീസ് എങ്ങനെ വരേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ നോക്കുകയാണ്, എങ്ങനെയാണ് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാന്നുള്ളത്. ഒരു ജേർണൽ ആദ്യം വരയ്ക്കുന്നു. ജേർണലിൽ എന്തൊക്കെ കോളംസ് വേണം, ഡേറ്റ് കോളം വേണം, പർട്ടിക്കുലേഴ്സ് വേണം,
LF ലെഡ്ജർ ഫോളിയോ വേണം, ഡെബിറ്റ് എമൗണ്ട് വേണം, ക്രെഡിറ്റ് എമൗണ്ട് വേണം. അങ്ങനെ 5 കോളംസ് വരച്ചു. എന്നിട്ട് നമ്മൾ അതിന്റെ ഹെഡിങ്ങും ഒക്കെ കൊടുത്തു. അപ്പൊ ഡേറ്റിൽ യൂഷ്വലി ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. നമ്മളിപ്പോ ക്വസ്റ്റ്യനിൽ വന്നിട്ട് ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് തന്നിട്ടില്ല, പകരം എന്താണ് 1 2 3 ഓരോ ട്രാൻസാക്ഷൻ നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡേറ്റ് കോളത്തിൽ ആ ട്രാൻസാക്ഷൻ നമ്പർ ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്താണ്? ബിസിനസ് കമൻസ്ഡ് വിത്ത് ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 6 lakh. 6 lakh റുപ്പീസ് വെച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ബിസിനസ്സിൽ 6 ലക്ഷം രൂപ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ഒരു അസറ്റ് ആണ്. ക്യാപിറ്റൽ പറയുന്നത് പിന്നെ ക്യാപിറ്റലും വരുന്നത്. അപ്പൊ ക്യാഷ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കൂടിയാലോ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് ചെയ്തു. DR ഡെബിറ്റ് ചെയ്തു എന്നുള്ളതിന് സിമ്പിൾ ആണ് എന്ത്? DR. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റ് ചെയ്യണ അക്കൗണ്ടിന് മുന്നേ നമ്മൾ എന്ത് വേർഡ് യൂസ് ചെയ്യണം? ടു എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എന്നിട്ട് നരേഷൻ കൊടുത്തു. എന്താണ്? ബീയിങ് എന്നുള്ളത് വേണം ഇനീഷ്യലി ചെയ്യാനായിട്ട്. ബീയിങ് ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് എന്നുള്ള നരേഷൻ നമ്മൾ ഇവിടെ കൊടുത്തു. എന്നിട്ടോ ഡെബിറ്റ് എമൗണ്ട് എത്രയാണ്? 6 lakh റുപ്പീസ് ആണ് അല്ലെ നമ്മൾ ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ 6 lakh വന്നിട്ട് എൻട്രി ചെയ്തു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താണ് പറയുന്നത്? 4,50,000 ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക്. ബാങ്കിൽ 4,50,000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോ ബാങ്കിലുള്ള ബാലൻസ് കൂടും, ബാങ്ക് എന്നുള്ള അസറ്റ് കൂടും, ക്യാഷ് ബാലൻസ് കുറയും, ക്യാഷ് എന്നുള്ള അസറ്റ് കുറയുകയും ചെയ്യും. അപ്പോ ഡേറ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ട്രാൻസാക്ഷൻ നമ്പർ ഇട്ട് കൊടുത്തു 2 എന്നുള്ളത്. ഏത് അക്കൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യുന്നത്? ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 2. ക്രെഡിറ്റ് ചെയ്യുന്നത് ഏതാണ്? ക്യാഷ്. അപ്പൊ ക്യാഷിന് മുന്നേ 2 എന്നുള്ളത് ഇട്ട് കൊടുത്തിട്ട് ക്യാഷ് അക്കൗണ്ട് വന്നിട്ട് കൊടുത്തു. എന്നിട്ട് നരേഷൻ എന്താ കൊടുക്കുക? ബീയിങ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ദ ബാങ്ക്. ഇനി ഡെബിറ്റ് സൈഡ് എത്ര എമൗണ്ട്? 4,50,000. ക്രെഡിറ്റ് സൈഡും 4,50,000. നമ്മൾ ജേർണലിന്റെ ഇതിൽ പഠിക്കുമ്പോൾ പറഞ്ഞു ഒരു പേജിൽ തന്നെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും എൻട്രി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു പേജ് ഫില്ലായിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അതിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്തിട്ട് ടോട്ടൽ ക്യാരിഡ് ഫോർവേഡ് പറഞ്ഞിട്ടുള്ളത് എഴുതിയിട്ട് വേണം എൻട്രി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ടോട്ടൽ ക്യാരി, ഈ പേജ് കഴിഞ്ഞു, നമ്മൾ ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോവാണ്. അപ്പൊ ടോട്ടൽ ക്യാരി ഫോർവേഡ്. ഈ ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ എത്രയാണ്? 4,50,000. ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ എത്രയാണ്? ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ എത്രയാണ്? 10,50,000. ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ എത്രയാണ്? 10,50,000. എപ്പോഴും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ എമൗണ്ട് ഈക്വൽ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ എൻട്രി ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്.